വയനാട് ബത്തേരിയിൽ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊളകപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇതുൾപ്പെടെ 4 അപകട വാർത്തകളാണ് ഇതുവരെ സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാർ യാത്രക്കാരിയായ നമ്പിക്കൊല്ലി സ്വദേശി ഷെർലിയാണ് നേരത്തെ പറഞ്ഞ അപകടത്തിൽ മരിച്ചത്. കൽപ്പറ്റയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവതി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി മലപ്പുറം സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. ഈ അപകട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം കമലാണ് നമുക്കൊപ്പം ചേരുന്നത്. കമൽ, വയനാട്ടിൽ ബത്തേരിയിലെ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത, അതിനൊപ്പം തന്നെയാണ് കൽപ്പറ്റയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവതി മരിച്ചു എന്ന വാർത്തയും വരുന്നത്. 2 മരണങ്ങളാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടങ്ങൾ എപ്പോഴായിരുന്നു? ഈ അപകടങ്ങളുടെ കാരണങ്ങൾ എന്താണ്? രതീഷ്, ഈ സുൽത്താൻ ബത്തേരിയിലെ അപകടം ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. ദേശീയപാതയിലാണ് ഈ അപകടമുണ്ടായത്. കൊളകപ്പാറയിൽ കാർ നിയന്ത്രണം വിട്ട മരത്തിലിടിക്കുകയായിരുന്നു. ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക്, കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ആണ് അപകടമുണ്ടായത്. ആ ഭാഗത്ത് ദേശീയപാതയോരത്ത് ധാരാളം മരങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചാണ് നമ്പിക്കൊല്ലി സ്വദേശിയായ ഷേർലി എന്ന സ്ത്രീ മരിച്ചിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും മറ്റ് ബന്ധുക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. രണ്ടാമത്തെ അപകടമുണ്ടായത് കൽപ്പറ്റയ്ക്ക് അടുത്താണ്. അത് ഒരു പ്രധാന റോഡിലല്ല, ഒരു ചെറിയ റോഡിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനികളാണ് സ്കൂട്ടറിലുണ്ടായിരുന്നത്. അത് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം. ഇന്ന് രാവിലെയാണ് ഈ മരണം സംഭവിച്ചത്. സഹയാത്രികയും പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ. ഈ സ്കൂട്ടറുമായി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വിനോദയാത്രയ്ക്ക് വന്നതാണോ, എങ്ങനെ ഇവിടെ എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ മരണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകും.